നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സ്പ്ലങ്ക് എന്റർപ്രൈസ് നമ്മൾ ഓപ്പൺ ആക്കി. ഇനി ചെയ്യേണ്ടതാണ്, നമ്മൾ ഈ ഒരു സ്പ്ലങ്കിലേക്ക് നമ്മൾ മറ്റൊരു ഡിവൈസിൽ നിന്നുള്ള ലോഗുകൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ എന്റർപ്രൈസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സോക്ക് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ഒരു സോക്ക് ലാബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സോക്ക് ലാബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് റിയൽ ടൈമിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെന്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരുപാട് ഡിവൈസുകൾ വേണം. ആ ഡിവൈസുകളിൽ നിന്നൊക്കെ വരുന്ന ലോഗുകൾ നമുക്ക് എവിടെ കളക്ട് ചെയ്യണം? നമ്മളുടെ എന്റർപ്രൈസിലേക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, എന്റർപ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലോഗുകളൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, മോണിറ്റർ നടത്തുന്നത്, അലർട്ട് സെറ്റ് ചെയ്യുന്നത്, ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒക്കെ എവിടെയാണ്? എന്റർപ്രൈസിലാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് വേണം? കുറെ ഡിവൈസുകൾ വേണം. ആ ഡിവൈസുകളിലൊക്കെ നമ്മൾ കളക്ടേഴ്സ് സെറ്റ് ചെയ്ത് വെക്കണം. എന്താണ് കളക്ടർ എന്ന് പറയുന്നത്? ഈ കളക്ടർ ആണ് ലോഗുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ എന്റർപ്രൈസിലേക്ക് അയച്ചു തരും. സ്പ്ലങ്കിന്റെ കാര്യത്തിൽ ഈ കളക്ടറുടെ പേരാണ് സ്പ്ലങ്ക് ഫോർവേഡർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ വിക്ടിം ഡിവൈസ് ആയിട്ട് അല്ലെങ്കിൽ എവിടുന്നാണോ നമുക്ക് കളക്ട് ചെയ്യേണ്ടത് അത് ഞാനിവിടെ ഉബുണ്ടു ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഉബുണ്ടു ഓപ്പൺ ആക്കുക. ദെൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? സ്പ്ലങ്ക് ഫോർവേഡർ ഡൗൺലോഡ് ചെയ്യാം. നേരത്തെ നിങ്ങൾ സ്പ്ലങ്കിൽ എങ്ങനെയാണോ ലോഗിൻ ചെയ്തത് അതേപോലെ പോയിട്ട് സ്പ്ലങ്ക് ഫോർവേഡർ എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഒരു TGZ ഫയൽ ഉണ്ടാകും, ഫയലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം ടെർമിനലിൽ വരാം. ടെർമിനലിൽ ആ ഫയൽ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദെൻ ഈ ഫയൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അൺസിപ്പ് ചെയ്യണം. അൺസിപ്പ് ചെയ്യുന്നത് sudo tar xvfz splunk forwarder -c/opt. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാസ്വേഡ് കൊടുക്കുന്നു. ഇതെന്ത് ചെയ്യും? ഒരേ സമയത്ത് ഇത് അൺസിപ്പ് ആവുകയും ചെയ്യും. /opt എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഇത് അൺസിപ്പ് ആയിട്ട് സ്റ്റോർ ആവും. ഓക്കെ, ഇത് അൺസിപ്പ് ആവുന്നു. അതേപോലെ /opt എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഇത് എന്ത് ചെയ്യും? ഇത് അൺസിപ്പ് ആയിട്ട് ആ ഫോൾഡറിൽ അൺസിപ്പ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, /opt പ്രത്യേകത എന്താണ്? നമ്മൾ തേർഡ് പാർട്ടി ടൂളുകളോ സോഫ്റ്റ്വെയറുകളോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ആവുന്ന ഫോൾഡറാണ് ഇത് /opt എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഫയലിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? cd/opt എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോവാം. ദെൻ അവിടെ നിന്നിട്ട് cd splunk forwarder, കാരണം ഇവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ആയത്, അവിടെ ഉണ്ടാവും നമ്മളുടെ ആ ഒരു ഫോൾഡർ ഉണ്ടാവും, അൺസിപ്പ് ആയിട്ട് കിടക്കുന്ന ഫോൾഡർ ഉണ്ടാകും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോൾഡറിലേക്ക് പോകുന്നു. ദെൻ അവിടെ ഒരു ബിൻ ഫോൾഡർ ഉണ്ടാവും. ബിൻ ഫോൾഡറിൽ പോയി, കാരണം ബിന്നിലാണ് എന്തുണ്ടാവുക? റണ്ണബിൾ ആയിട്ടുള്ള ഫയൽസുകളൊക്കെ ഉണ്ടാവുന്നത് ബിൻ ഫോൾഡറിലാണ്. ഇവിടെയാണ് നമ്മളുടെ സ്പ്ലങ്ക് ഫോർവേഡറിന്റെ കോൺഫിഗറേഷൻ ഫയൽസുകളെല്ലാം കിടക്കുന്നത്. ഓക്കെ, റൺ ചെയ്യുന്ന ഫയൽസുകളൊക്കെ ഇവിടെ കിടക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്ക് സുഡോ കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ ഒന്ന് സുഡോസും അടിച്ചു വെക്കുക. കാരണം ഇപ്പോൾ നമ്മൾ എന്താണ്? റൂട്ട് യൂസറായി. ഈ ഫോൾഡറിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ യൂസർ ആയിരിക്കണം. അപ്പൊ ഇനി വരുന്ന കമാൻഡ്സിന്റെ കൂടെയൊക്കെ സുഡോ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ സൂപ്പർ യൂസർ ആയിട്ട് നിന്നാൽ മതി. ഇനി എന്ത് ചെയ്യാം? അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡുകൾ കൊടുക്കുക. അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ./splunk നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പ്ലങ്ക് ടൂളാണ്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പ്ലങ്ക് ടൂളാണ്. ദെൻ ഫസ്റ്റ് സുഡോ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഓരോ സമയത്തും സുഡോ എന്ന് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കേണ്ടി വന്നേനെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സുഡോ കൊടുക്കണ്ട, നമ്മൾ സൂപ്പർ യൂസർ ആയി. ദെൻ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യണം. സ്റ്റാർട്ട് -accept ലൈസൻസ് എന്ന് കൊടുക്കണം.
ഓക്കെ, അപ്പൊ നമ്മളോട് ഒരു പുതിയൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം, ദെൻ പാസ്വേഡ്. ഈ യൂസർ നെയിമോ പാസ്വേഡോ ഒരിക്കലും നമ്മളുടെ സ്പ്ലങ്ക് എന്റർപ്രൈസിൽ നിങ്ങൾ ഇതേപോലെ ഒരു യൂസർ നെയിമോ പാസ്വേഡ് സെറ്റ് ചെയ്തിരുന്നു, അതുമായിട്ട് മാച്ച് ആവണമെന്നൊന്നുമില്ല, രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ വേറൊരു യൂസർ നെയിം പാസ്വേഡ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു യൂസർ നെയിമോ പാസ്വേഡോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് ഓർമ്മയിൽ വേണം ആ യൂസർ നെയിമും പാസ്വേഡും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, കോൺഫിഗറേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ യൂസർ നെയിമും പാസ്വേഡും വേണം. ഓക്കെ, അപ്പൊ ആ യൂസർ നെയിം പാസ്വേഡ് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പ്ലങ്ക് ഫോർവേഡർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ // സ്പ്ലങ്ക് എന്ന് കൊടുക്കുക. ദെൻ എനേബിൾ ബൂട്ട് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യും, നമ്മളുടെ സ്പ്ലങ്ക് ഫോർവേഡർ ഓപ്പൺ ആവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടാർഗറ്റ് ഡിവൈസുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. നമ്മളുടെ ഉബുണ്ടു മെഷീനെ നമ്മളുടെ ടാർഗറ്റ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യണം. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇവിടെ സെയിം അഡാപ്റ്ററിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സെയിം ബ്രിഡ്ജഡ് അഡാപ്റ്ററിൽ തന്നെയാണോ നമ്മളുടെ ഉബുണ്ടു ഉള്ളത് എന്നുള്ള കാര്യം നോക്കണം. നമ്മളുടെ ബ്രിഡ്ജഡ് അഡാപ്റ്ററിലാണ്. അതേപോലെ നമ്മൾ എന്ത് നോക്കണം, നമ്മളുടെ വിൻഡോസിന്റെ IP അഡ്രസ്സും നമ്മൾ നോക്കണം. കാരണം അങ്ങോട്ടാണ് നമ്മളുടെ ലോഗുകളൊക്കെ പോകേണ്ടത്. സോ ഞാൻ ഇവിടുന്ന് എന്ത് എഴുതും, 192.168.1.20 എൻ്റെ IP അഡ്രസ് ഇതാണ്. അതേപോലെ എൻ്റെ എതർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യുന്നത് 192.168.1.3. സോ എനിക്കിതിൽ ഏതും യൂസ് ചെയ്യാം. ഇതേപോലെ ഇവിടെ ഏതാ കണക്ട് ആയത് എന്നുള്ളത് കൂടി നോക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ടാർഗറ്റിൻ്റെത് 1.3 ആണ്. ഞാൻ എതർനെറ്റ് കണക്ഷൻ ചൂസ് ചെയ്യുന്നു. എതർനെറ്റ് കണക്ഷൻ വഴിയാണ് എൻ്റെ ടാർഗറ്റിലേക്ക് എത്തേണ്ടത്. സോ 192.168.1.3 ആണ് എൻ്റെ സെർവർ, എന്റർപ്രൈസ് സെർവർ. നിങ്ങൾ എന്ത് ചെയ്താണ്, വയർലെസ് IP ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. 192.168.1.20 അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസിന്റെ IP അതാണ് നമ്മളുടെ സെർവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. // ആഡ് ഫോർവേഡ് സെർവർ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ടാർഗറ്റ് IP കൊടുക്കുന്നു 192.168.1.3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഒരു പോർട്ട് നമ്പറും ഞാൻ കൊടുക്കുന്നു 9997. കാരണം പോർട്ടുകൾ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ എൻ്റെ വിൻഡോസിന്റെ പോർട്ട് വഴിയാണ് എന്ത് വരേണ്ടത്, ഈ പറയുന്ന ലോഗുകളൊക്കെ വരേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വിൻഡോസിന്റെ ഒരു പോർട്ടും കൂടി ഓപ്പൺ ആക്കി വെക്കുന്നു. 192.168.1.3 ഞാൻ എന്ത് ചെയ്തു, 9997 എന്ന് കൊടുത്തു. എൻ്റെ വിൻഡോസിന്റെ ആ പോർട്ടാണ് ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ എൻ്റർ അടിച്ചു. ഇപ്പം എന്ത് ചെയ്തു, എൻ്റെ ഫോർവേഡർ ഇന്ന ഡിവൈസ് ആണ് എന്നുള്ള കാര്യം ഞാൻ സെറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ഈ കമ്പ്യൂട്ടറിലെ ലോഗുകളൊക്കെ ഇനി എന്ത് ചെയ്യും, ആ ഒരു ടാർഗറ്റ് IP-ന്റെ ടാർഗറ്റ് പോർട്ടിലേക്ക് പോകും. ഓക്കെ, ഇനി എന്താണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം നമ്മളുടെ ലോഗുകളൊക്കെ കിടക്കുന്നത് എവിടെയാണ്, നമ്മുടെ ലോഗുകളൊക്കെ റെക്കോർഡ് ആവുന്ന എവിടെയാണ്, /var/log എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ലോഗുകളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്യണം, എവിടെയുള്ള ലോഗുകളാണ് പോകേണ്ടത്. ഇനി നിങ്ങൾ ഇവിടെ വെബ് സെർവറുകളൊക്കെ അപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെബ് സെർവറിന്റെ ലോഗ് എവിടെയാണോ, ഏത് ഫയലിലാണോ റെക്കോർഡ് ആവുന്നത്, ആ ഫയലാണ് ഇവിടെ പാത്തായിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതെങ്ങനെ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ // ആഡ് മോണിറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഫയലിന്റെ പാത്ത് കൊടുക്കുന്നു. നോർമലി അത് എവിടെയാണ് ഉണ്ടാവുക, /var/log എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഉണ്ടാവുക. ദെൻ ആ ഫോൾഡറിന്റെ അകത്ത് എങ്ങനെ ഉണ്ടാവുക, ഞാനത് കാണിക്കാം. /var/log. ദെൻ ഇവിടെ LS അടിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഗുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സെക്യൂരിറ്റി ലോഗുകളാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഓതന്റിക്കേഷൻ ലോഗ്, നമ്മൾ ഓതന്റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആവുന്നത് ഈ ഓത്ത് ഡോട്ട് ലോഗിലാണ്.
ഓക്കെ, ദെൻ ഇവിടെ സിസ്റ്റം ലോഗ് ഉണ്ട്. നമ്മൾ DPKG വെച്ചിട്ട് നമ്മൾ ടൂളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആവുന്നത് ഇവിടെ എവിടെയാണ്? ഈ DPKG.logലാണ്. ഓക്കെ, ദെൻ സിസ് ലോഗ് ഉണ്ട്. അങ്ങനെ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബൂട്ട് ലോഗ് ഉണ്ട്, ബൂട്ട് ഇൻഫർമേഷന്റെ ലോഗുകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ /var/ലോഗിലാണ് നോർമലി ഡീഫാൾട്ട് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ലോഗ് ഫയലുകളും റെക്കോർഡ് ആവുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അഡീഷണലി ഒരു സർവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസോ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ FTP സർവർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. സോ ആ FTP സർവറിന്റെ ലോഗുകൾ എവിടെ വരുന്നുള്ളത് നോക്കുക. ഓക്കെ, അത് നമ്മൾ കോൺഫിഗറേഷൻ അവിടെ FTP സർവർ കോൺഫിഗർ ചെയ്യുമ്പോഴാണ് അതിന്റെ ലോഗ് എവിടെ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പാത്ത് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വെബ് സർവർ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന വെബ് സർവറിൽ ഒരു കാര്യം കോഡ് എന്തായാലും കൊടുത്തിരിക്കണം. അതെന്താണ്? ലോഗുകൾ ജനറേറ്റ് ആവണം. ഈ വെബ് സർവറിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും ലോഗുകൾ ജനറേറ്റ് ആവണം എന്ന് കൊടുത്തിരിക്കണം. ദെൻ ആ ലോഗ് ജനറേറ്റ് ആവേണ്ട ഫയലൊക്കെ നിങ്ങൾ ആ കോൺഫിഗറേഷനിൽ അവിടെ കൊടുത്തിരിക്കണം. പാത്ത് എവിടെയാണോ ലോഗ് ജനറേറ്റ് ആവുന്നത് ആ ഫയലിന്റെ പാത്ത് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എനിക്ക് ഇൻഡിവിജ്വലി ഓരോന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കുക. auth.log എന്ത് ചെയ്യും? auth.log ഇതിലേക്ക് ആഡ് ആവും. ഓക്കെ, ഇനി അല്ല എനിക്കത് കംപ്ലീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? /var/log എന്ന് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ആയി എന്നുള്ളതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. Splunk റീസ്റ്റാർട്ട്. കാരണം നമ്മൾ ഇതിലിപ്പോൾ കുറെ കോൺഫിഗറേഷൻസ് ഒക്കെ കൊടുത്തില്ലേ, അതേപോലെ അത് ഓണായി വരാൻ വേണ്ടിയിട്ട് ./splunk റീസ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ദെൻ വീണ്ടും ഞാൻ ആഡ് മോണിറ്റർ /var/log എന്ന് കൊടുക്കുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ, സെറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ പറയും ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാലോ, നമ്മൾ കൊടുത്ത കാര്യം സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായിട്ടുണ്ട്? നമ്മളിവിടെ ഇവിടുത്തെ ടാസ്ക് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഉബുണ്ടുവിൽ Splunk ഫോർവേഡർ കംപ്ലീറ്റ്ലി കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ എന്റർപ്രൈസിലാണ്. എന്റർപ്രൈസിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തു ഒരു പോർട്ടിലേക്ക് 192.168.1.3 എന്ന് പറയുന്ന മെഷീനിന്റെ 9997 എന്ന് പറയുന്ന പോർട്ടിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അവിടേക്ക് ലോഗുകൾ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ Splunk വരാം. ഇവിടെ സെറ്റിംഗ്സിന്റെ അകത്ത് ഫോർവേഡിങ് ആൻഡ് റിസീവിങ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കോൺഫിഗർ റിസീവിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ന്യൂ റിസീവിങ് പോർട്ട്. ഏതാ പോർട്ട് നമ്മൾ അവിടെ കൊടുത്തത്? 9997. എന്ത് ചെയ്യാം? സേവ് കൊടുക്കുക. ഓക്കെ, അതിനർത്ഥം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ Splunk എന്റർപ്രൈസ് എവിടെ വരുന്ന ഫയലുകളാണ് എടുക്കേണ്ടത്? ഈ കമ്പ്യൂട്ടറിന്റെ 997 എന്ന് പറയുന്ന പോർട്ടിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ് എവിടേക്ക് എടുക്കേണ്ടത്? എന്റർപ്രൈസിലേക്ക് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? ഉബുണ്ടുവിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 997 എന്ന് പറയുന്ന പോർട്ടിലേക്ക് വരുന്ന ലോഗുകളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ Splunk എന്റർപ്രൈസ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത്രയും കൊടുത്തു. ഇനി വെയിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ട Splunk എന്റർപ്രൈസ് എന്നുണ്ടായിരുന്നല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ടൈം എടുക്കും. സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗിൽ വരാം. ദെൻ ഡാറ്റ സമ്മറി എന്ന് പറയുന്ന പാർട്ടിൽ ഇവിടെ നമ്മുടെ മെഷീൻ കാണിക്കും. ഉബുണ്ടു എന്ന് പറയുന്ന മെഷീൻ ലോഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കാണിക്കും. ദെൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ ഉബുണ്ടു ഇവിടെ കണക്ട് ആയത്. കുറച്ച് ടൈം എടുക്കുക. ദെൻ മെഷീൻ ഉബുണ്ടു എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്? കാരണം /var/log എന്ന് മാത്രമേ കൊടുത്തത്. അപ്പൊ അതിനകത്തുള്ള എല്ലാ ഫയലുകളും ലോഗ് ഫയലുകൾ കാണും, ഫയലുകൾ മാത്രം. ഓക്കെ, ഇവിടെ ഫോൾഡർ ഉണ്ട്. ജസ്റ്റ് ആ ഫോൾഡറിനകത്തുള്ള /var/log കണ്ടോ? അതിനകത്തുള്ള കംപ്ലീറ്റ് ലോഗ് ഫയലുകളും എന്തായിട്ടുണ്ട്? വരുന്നുണ്ട്. ദെൻ സോഴ്സ് ടൈപ്പ് നമുക്കിവിടെ കാണാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഗുകൾ, ഏതൊക്കെ ടൈപ്പ് ലോഗുകളാണ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോസ്റ്റ് എന്തായി? കണക്റ്റഡ് ആയി. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉബുണ്ടുവിലേക്ക് നടക്കുന്ന, ഉബുണ്ടുവിൽ ജനറേറ്റ് ആവുന്ന ഓരോ ലോഗ് ഫയലുകളും, ഇവിടെ ജനറേറ്റ് ആവുന്ന ഓരോ ലോഗ് ഫയലുകളും എങ്ങോട്ട് വരുന്നുണ്ടാകും?
ഇതിന്റെ ഈ ഒരു സ്പ്ലങ്ക് എന്റർപ്രൈസിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത്രയും ആദ്യം കോൺഫിഗർ ചെയ്യാം.